കേരള ക്രിക്കറ്റ് ലീഗ് സെമിയിൽ പ്രവേശിച്ച് കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും തൃശൂർ ടൈറ്റൻസും സെമി ഫൈനൽ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ ഇരു ടീമുകളുടെയും നായകർക്കൊപ്പം എം നിഖിൽ കുമാർ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. കേരള ക്രിക്കറ്റ് ലീഗിൽ സെമി ഫൈനലിൻ്റെ ലൈനപ്പായി. സെമി ലൈനപ്പ് ആവാൻ അത് അവസാന മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്നു. അവസാന മത്സരത്തിൽ ഏറ്റുമുട്ടിയ തൃശ്ശൂരിൻ്റെ നായകൻ ഷോൺ റോജറും കാലിക്കറ്റിൻ്റെ നായകൻ രോഹനും നമ്മോടൊപ്പം ഉണ്ട്. ആദ്യം നമുക്ക് രോഹനിലേക്ക് പോകാം. രോഹൻ, സെമി ലൈനപ്പ് ആയിട്ടുണ്ട്, സെമിയിലേക്ക് പ്രവേശിച്ചു, എന്ത് തോന്നുന്നു? സന്തോഷം, ഒരുപാട് സന്തോഷം. നമ്മൾ ഒരുപാട് നല്ല മാച്ചസ് കളിച്ചു. ലൈക്ക് കപ്പിലേക്കുള്ള ഒരു സ്റ്റെപ്പ് അടുത്തെത്തിയിട്ടുണ്ട്. സോ നാളെ ഒരു ക്രൂഷ്യൽ ഡേ ആണ്. ബോയ്സ് എല്ലാവരും വെൽ പ്രിപ്പയർഡ് ആണ്. സോ ലുക്കിംഗ് ഫോർ ദാറ്റ്. ഷോൺ റോജർ നമ്മളുണ്ട്. ഷോൺ, ലീഗിൽ ഘട്ടത്തിലെ അവസാന മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്നു. അതായത് സെമിയിൽ പ്രവേശിച്ചെങ്കിലും ആരുമായിട്ടാണ് കളിക്കുന്നത് എന്നറിയാൻ വേണ്ടി. തീർച്ചയായിട്ടും അങ്ങനെയാണ്. നമ്മൾ ടീം ഉഗ്രനായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ബോയ്സ് ഇപ്പോൾ പറഞ്ഞ എല്ലാവരും നല്ല റെഡിയായിട്ട് നിൽക്കുകയാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പിന്നെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിരിക്കുകയാണ്. നമ്മളടുത്ത ക്വാളിഫിക്കേഷൻ റൗണ്ട് എല്ലാവരും റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇമ്രാൻ്റെ ഒരു പ്രകടനം അതെടുത്ത് പറഞ്ഞേ മതിയാവുള്ളൂ. ഈ സീസണിലുടനീളം ഇമ്രാൻ്റെ ഒരു പ്രകടനം, ഒപ്പം തന്നെ അക്ഷയ്, അങ്ങനെയുള്ള എല്ലാ അർജുൻ, അവരുടെ എല്ലാം പ്രകടനം അതെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഈ ത്രൂ ഔട്ട് ഈ ഇപ്പോൾ നമ്മൾ കളിച്ച 10 മാച്ചിൽ എല്ലാവരും അവരവരുടെ റോള് എന്തെങ്കിലും ചെയ്തിട്ടാണ് നമ്മൾ ഈ ടീം നിന്നിരിക്കുന്നത്. സോ അതെല്ലാവരും കളക്റ്റീവ് ഒരു ടീം എഫേർട്ടാണ്. ഇൻഡിവിജ്വൽസ് ഒരുപാട് നന്നായിട്ട് പെർഫോം ചെയ്തു, അതുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. സോ ഇനി വരുന്ന മാച്ചസിൽ നമ്മളെല്ലാവരും നല്ല പംപ്ഡായിട്ടിരിക്കുകയാണ്. രോഹ, സെമിയിൽ ഏറ്റുമുട്ടുന്നത് കൊച്ചിയുമായിട്ടാണ്. അതിപ്പോൾ ആരായാലും നമുക്ക് എന്താ പറയുക, ഏത് ടീമായാലും നമ്മൾ ആ ഒരു സെൻസിൽ എടുക്കുള്ളൂ. നമ്മുടെ കയ്യിലുള്ള കാര്യം കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കും. സോ ഏത് ടീമെന്നില്ല, നമ്മുടെ ബെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുക. അന്നത്തെ ദിവസം എല്ലാവരും ലൈക്ക് നല്ല പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ നിൽക്കുക. ആ കാര്യങ്ങൾ, നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യും. സോ ലെറ്റ്സ് സീ, നല്ലൊരു മാച്ച് തന്നെ നാളെ കാണാൻ സാധിക്കും. മറ്റൊരു കാര്യം, രണ്ട് ടീമിനും ഓരോ നഷ്ടങ്ങളുണ്ട്. ദുലീപ് ട്രോഫിക്ക് വേണ്ടി അവിടേക്ക് സൗത്തിൻ്റെ ടീമിലേക്ക് പോകേണ്ടി വന്നുകൊണ്ട് രണ്ട് ടീമിലും ഓരോ നഷ്ടങ്ങളുണ്ട്. സൽമാൻ്റെ ഒരു വിടവ്. സൽമാൻ തീർച്ചയായിട്ടും എന്താ പറയുക, നമുക്കൊരു മിസ് തന്നെയായിരിക്കും. ബിക്കോസ് അവൻ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഭയങ്കര വലുതാണ്. പക്ഷേ നമ്മൾ എന്താ പറയുക, സൽമാൻ തന്നെ എപ്പോഴും പറയണം അവനെക്കാട് ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സ് നമ്മുടെ ടീമിൽ തന്നെയുണ്ട്. സോ ആ ഒരു കറക്റ്റ് മൊമെൻറ്റിൽ കറക്റ്റ് സിറ്റുവേഷനിൽ ഓരോരുത്തരെ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. സോ അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നില്ല. നമ്മുടെ പ്ലേയേഴ്സ് വെൽ കിടിലായിട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഒറ്റ മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ നിതീഷ് ദുലീപ് ട്രോഫിക്ക് വേണ്ടി പോയേക്കാണ്. തീർച്ചയായിട്ടും നിതീഷ് ചേട്ടൻ്റെ ഒരു വലിയൊരു എക്സ്പീരിയൻസ് നമ്മുടെ ടീമിന്, പുള്ളി ഇത്രത്തോളമൊക്കെ മാച്ച് കളിച്ച ഒരുപാട് നമ്മുടെ ടീമിന് ഹെൽപ്ഫുള്ളായിരുന്നു. അതേപോലെ തന്നെ ചേട്ടൻ ഒരു വലിയൊരു ടൂർണമെൻറ്റാണ് കളിക്കാൻ. സോ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട് അതിൽ. അതേപോലെ നമുക്ക് വേറെ പ്ലേയേഴ്സിന് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിതീഷ് ചേട്ടൻ്റെ ആ ഒരു ഷൂവിന് ഫില്ല് ചെയ്ത് റിപ്ലേസ് ചെയ്യേണ്ടത്. അവരുടെ ഒരു നല്ലൊരു ബെസ്റ്റ് പെർഫോമൻസ് കാണിക്കാനുള്ള അടുത്തൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവർക്ക് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും രണ്ട് നായകന്മാരും വലിയ പ്രതീക്ഷയിലാണ്. ഫൈനലിലും ഇവർ തമ്മിൽ ഏറ്റുമുട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കാര്യവട്ടം സ്റ്റേഡിയത്തിൽ നിന്നും വിജയം സായിക്കൊപ്പം എം നിഖിൽ കുമാർ, ജനം.